ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു കൊച്ചു മിടുക്കിക്ക് വേണ്ടിയിട്ടുള്ളൊരു കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സും എടുക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ ആർക്കും അല്ല, നമ്മുടെ കൃഷ്ണമോൾക്കാണ് ദേവിയുടെ ഓർണമെൻറ്റ്സ് കോസ്റ്റ്യൂമും എടുക്കാൻ വേണ്ടി നമ്മൾ അഗസ്തിക്കോട് നമ്മുടെ ടീച്ചറിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാണ് നമ്മുടെ കൊച്ചു സുന്ദരി കൃഷ്ണമോൾ കേട്ടോ. അപ്പോൾ അവിടെ ബ്ലൗസൊക്കെ ഇട്ട് കണ്ടിട്ടാണ് ആർച്ച ചേച്ചി, അവളുടെ ചേച്ചിയാണ്. അങ്ങനെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാനായിട്ട് ഇരുന്നു. മേക്കപ്പ് ഭയങ്കര സ്പീഡിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. മേക്കപ്പൊക്കെ ചെയ്ത് അവൾ കുറേ പുട്ടിയൊക്കെ അടിച്ചു. അപ്പോൾ അവൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ മുഖത്ത് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ച് അവസാനം ഞങ്ങൾ നമ്മുടെ ഈ ഒരു മേക്ക് ഓവറിലേക്ക് എത്തിയിട്ട് ആൾ ചോദിക്കുകയാണ്, വേറെ ഒന്നുമല്ല, എപ്പോഴാണ് ലിപ്സ്റ്റിക് ഇടുന്നത്, കാരണം പുള്ളിക്കാരുടെ മെയിൻ ലിപ്സ്റ്റിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദേവിയായിട്ട് ഒരുങ്ങി കഴിയുമ്പം എല്ലാവരും വന്നിട്ട് അനുഗ്രഹവും എന്നെ തൊഴണവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളോട് ശരി എന്നാൽ പിന്നെ ആരതി എടുത്തുകൊണ്ട് വരാമെന്നുള്ളൊരു ഡയലോഗ് അടിച്ചിട്ടാണ് അവളുടെ അമ്മ താഴോട്ട് പോയിട്ടിപ്പം വരും. അങ്ങനെ ആളെക്കുറിച്ച് പറയാനാണെങ്കിൽ ആൾ ഭയങ്കര അനുസരണയാണ്. പ്രത്യേകിച്ച് വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പറയുന്നത് അതേപോലെ അനുസരിച്ചിരിക്കും. അങ്ങനെ ഈ ഒരു മേക്ക് ഓവറിൽ പെട്ടെന്ന് നമ്മളെ ഒരുക്കാൻ എനിക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എന്ത് പറയുന്നു അത് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കമ്മലിടാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ വേദനിക്കുന്നെങ്കിൽ പറയണേ, അതൊന്നും എനിക്കൊരു വിഷയമല്ല എന്ന രീതിയിലാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. ഭയങ്കര ഹാപ്പി തോന്നി കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇതാണ് നമ്മുടെ കുഞ്ഞു ദേവിയെ കണ്ടോ ഭയങ്കര നാണത്തോട് വെളിയിലോട്ട് ആളുകളെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഏകദേശം ഒരു 5:30-6 മണിയായി. ഞങ്ങൾ ഫുൾ മേക്ക് ഓവർ എല്ലാം കഴിഞ്ഞപ്പം ഇതാണ് ഞങ്ങളുടെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ലുക്ക് കേട്ടോ. അങ്ങനെ ഞാൻ കിരീടം വെച്ചിട്ട് ശരിയാവുന്നില്ല. അങ്ങനെ നന്ദചേട്ടൻ ഞാൻ വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ നേരെ സ്ട്രെയിറ്റ് വെച്ച് നന്ദചേട്ടൻ ഇപ്പം കറക്റ്റ് സെറ്റായിട്ടോ. അപ്പം ദേവിയുടെ അടുത്ത് നാണം കണ്ടോണം. ഇപ്പം ഞാൻ ദേവിയായി, ഇനി എല്ലാവരും എന്നെ തൊഴുതോ എന്നാണ് കേട്ടോ മനസ്സിൽ പറയുന്നത് കേട്ടോ. അടുത്ത കയ്യിൽ ശൂലവും മറ്റേ കൈ ഇങ്ങനെ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം മുതൽ അവൾ ആ കൈ ഇങ്ങനെ നേരെ വെച്ചേക്കുവാണ്. അങ്ങനെ ഏകദേശം 7-7:15 കഴിഞ്ഞു. രാത്രിയായി, ഘോഷയാത്ര വന്നില്ല. അങ്ങനെ ദേവി ഭയങ്കര ത്രില്ലിലും ഭയങ്കര എൻജോയബിളായിട്ട് നിൽക്കുകയാണ്. കാരണം പുള്ളിക്കാരിയുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ കാണാൻ വന്നപ്പോൾ അതിൻ്റെ ലേശം ജാടയൊക്കെ ഇട്ട് നിൽക്കുകയാണ് പുള്ളിക്കാരി. ഇങ്ങോട്ടും നോക്കി ചിരിക്കാൻ പറഞ്ഞപ്പം വള എണ്ണുവാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എണ്ണുവാണ്. അങ്ങനെ ഞങ്ങൾ നോക്കി ഇരുന്ന് 7:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഘോഷയാത്ര വന്നു. ഘോഷയാത്ര വരാൻ ഇപ്രാവശ്യം ഒരുപാട് ലേറ്റായി. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു മിടുക്കിയുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.